ഹായ്, ഞാൻ ഷെറിൻ ഡേവിസ്. നമ്മളിലെ ഭൂരിഭാഗം ആളുകളും നമ്മുടെ സ്വന്തം ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് അത് നമ്മൾ സ്വയം ചെയ്യുന്ന ആളുകളാണല്ലേ. അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഏറ്റവും കെയർലെസ് ആയിട്ട് നമ്മൾ കൈകാര്യം ചെയ്യുന്ന നമ്മുടെ ഒരു പേഴ്സണൽ മേഖല എന്ന് പറയുന്നത് നമ്മുടെ പേഴ്സണൽ ഫിനാൻസ് ആണ്. നമ്മുടെ സേവിങ്സ്, നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ നമ്മുടെ ലോൺസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഏറ്റവും കെയർലെസ് ആയിട്ട് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് നമുക്ക് എന്ത് സംഭവിക്കുന്നു? അതായത് നമ്മൾ പലതരം ഫ്രോഡുകളിൽ ഒരുപക്ഷെ നമ്മൾ പോയി പെടും. നമ്മുടെ പണം നഷ്ടപ്പെട്ടു പോകും, അല്ലെങ്കിൽ വിചാരിച്ച പോലെ നമുക്ക് റിട്ടേൺസ് കിട്ടുന്നില്ല എന്നുള്ള പ്രശ്നങ്ങളുണ്ടാകുന്നു, സാമ്പത്തിക നഷ്ടം സംഭവിക്കുന്നു. പക്ഷെ എന്നാൽ നമ്മുടെ കൂടെ ഏറ്റവും പ്രൊഫഷണലായിട്ട് നമ്മളുടെ സാമ്പത്തിക കാര്യങ്ങളിൽ നമ്മളെ സഹായിക്കാനും ഒരു മെൻറ്റർ, അങ്ങനത്തെ ഒരു സഹായിക്കാനുള്ള ഒരു പ്രൊഫഷണൽ നമ്മുടെ കൂടെ ഉണ്ടെങ്കിലോ, അപ്പോൾ ഒരു പക്ഷെ നമ്മൾ നോക്കി അറിയാൻ പറ്റും. അതായത് നന്നായിട്ട് പണമുണ്ടാക്കിയ ആളുകൾ, അതായത് വളരെ റിച്ച് ആൻഡ് ഫേമസ് കാറ്റഗറിയിലുള്ള ആളുകൾ എന്ന് പറയുന്നത്, അവരൊക്കെ എന്താണ് ചെയ്യുന്നത്? ഒരു പ്രൊഫഷണൽ എക്സ്പെർട്ടായിട്ട് നമ്മളെ ഫൈനാൻഷ്യൽ മേഖലയിൽ മെൻറ്ററിങ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഫഷണൽ സഹായത്തോടെയാണ് അവരുടെ പേഴ്സണലായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സും പേഴ്സണൽ സേവിങ്സും ഫൈനാൻസും ഒക്കെ മാനേജ് ചെയ്യുന്നത് അല്ലെങ്കിൽ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു ആളുടെ സഹായത്തോടെ പണം നമ്മൾ കൈകാര്യം ചെയ്താൽ ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പ്രൊഫഷണലായിട്ട് ഒരു മെൻറ്റർ നിങ്ങളുടെ ഒരു സാമ്പത്തിക ജേണിയിൽ അങ്ങനെ ഒരു പ്രൊഫഷണൽ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന വ്യത്യാസം എന്താണെന്നുള്ളതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. വെൽക്കം to our channel, The Money Contrarians. ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം സംഭവിക്കുന്നത് ഏത് മേഖലയിലാണ്? അതായത് ഒരു എക്സ്പെർട്ട് ഉണ്ടെങ്കിൽ, അതായത് പല ആളുകൾക്കുമുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് എന്താണ് മ്യൂച്വൽ ഫണ്ട്സ്, എന്താണ് ഇൻഷുറൻസ്, ഇതിൻ്റെ ഒരു ഡിഫറൻസ് എന്താണെന്ന് ഇപ്പോഴും വ്യക്തമായിട്ട് അറിയാതെ ഇൻവെസ്റ്റ് ചെയ്ത് പണം നഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അതായത് ഇത് എങ്ങനെ തിരഞ്ഞെടുക്കണം, അല്ലെങ്കിൽ എപ്പോഴാണ് തിരഞ്ഞെടുക്കേണ്ടത്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഒരു പക്ഷേ ഇപ്പോഴും നമുക്കറിയില്ല. കാരണം അതായത് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഇൻഷുറൻസ് പോളിസി എന്ന് പറയുന്നത് എന്താണ്, ഇങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് ഒരു പക്ഷേ അറിയണമെങ്കിൽ, അതായത് നമ്മുടെ ഒരു എക്സ്പെർട്ട് എന്ന് പറയുന്ന ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ രണ്ടിൻ്റെ ഡിഫറൻസിയേഷൻ, അത് എന്തൊക്കെയാണ് അതിൻ്റെ ഡിഫറൻസുകൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതായത് നമ്മുടെ ഒരു സൊസൈറ്റിയിലുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് എന്താണ്? മിസ് സെല്ലിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഭയങ്കരമായിട്ട് നടക്കുന്നത്. അതായത് പല ലീഡിംഗ് ആയിട്ടുള്ള ഫൈനാൻഷ്യൽ ഏജൻസും ആളുകളൊക്കെ മ്യൂച്വൽ ഫണ്ട്സ് ആണെന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ് സെല്ല് ചെയ്യുക, എന്നിട്ട് ആളുകളെ ഈ പറഞ്ഞ രീതിയിൽ അതായത് മിസ്ലീഡ് ചെയ്യുന്ന ഒരു സംവിധാനങ്ങൾ നമ്മൾ വളരെയധികം നമ്മുടെ മാർക്കറ്റിൽ നടക്കുന്നുണ്ട്. അപ്പോൾ സ്വന്തമായിട്ട് ഒരു പക്ഷേ നമുക്ക് എന്താണ് മ്യൂച്വൽ ഫണ്ട്, എന്താണ് ഇൻഷുറൻസ് എന്ന് നമുക്ക് പറഞ്ഞു തരാനായിട്ട്, അല്ലെങ്കിൽ നമുക്ക് സ്വയം തീരുമാനം എടുക്കാനുള്ള ഒരു ഇൻഡിവിജ്വൽ കപ്പാസിറ്റി നമുക്ക് ഉണ്ടാവണമെന്നില്ല. പക്ഷെ നമ്മളൊരു വലിയ തുക ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അറിയാൻ പാടില്ലാതെ നമ്മൾ ഇങ്ങനെ ഒരാളുടെ ഒരു ഇരയായിട്ട് മാറേണ്ട ആവശ്യമുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ടിൽ നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാൻ, നിങ്ങൾക്കൊരു അഭിപ്രായം ചോദിക്കാനായിട്ട് നിങ്ങളുടെ കൂടെ ഒരു എക്സ്പെർട്ടായിട്ടുള്ള ഒരു മെൻറ്റർ നിങ്ങളുടെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഒരു മിസ് സെല്ലിങ് അല്ലെങ്കിൽ റോങ് ആയിട്ട് നിങ്ങളെ പറഞ്ഞു പറ്റുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമില്ലാത്തൊരു പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുകയോ ചെയ്യാനായിട്ട് ആർക്കും പറ്റില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ ഈ പറഞ്ഞ ഒരു പ്രൊഫഷൻ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു ഗുണമെന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു ഗുണം എന്ന് പറയുന്നത് എന്താണ്? അതായത് നമ്മളുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും അത്യാവശ്യം വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഇമോഷണൽ കൺട്രോളും അതുപോലെ ഒരു പേഷ്യൻസും ഒക്കെയാണ്. അതായത് ഈ രണ്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ, പ്രത്യേകിച്ച് സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സക്സസ് ആവണമെങ്കിൽ നമ്മുടെ ഒരു ഇമോഷണൽ കൺട്രോളും ഒരു പേഷ്യൻസൊക്കെ നമുക്ക് ഉണ്ടാവണം. അപ്പോൾ നമ്മളൊരു ബിസിനസ്സുകാരനോ നമ്മളൊരു എംപ്ലോയിയോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒരു പക്ഷേ നമ്മൾ ആ ബിസിനസ്സിലോ നമ്മുടെ എംപ്ലോയ്മെൻറ്റിലോ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന സമയത്ത് ഈ ഇൻവെസ്റ്റ്മെൻറ്റുകൾക്ക് ഉയർച്ച താഴ്ചകൾ സംഭവിക്കാം അല്ലേ. അപ്പോൾ ഈ ഉയർച്ച താഴ്ചകൾ സംഭവിക്കുന്ന സമയത്ത് നമ്മൾക്ക് ഒരു പക്ഷേ ആ ഒരു കറക്റ്റായിട്ടുള്ള ഒരു സംഭവം കൈകാര്യം ചെയ്യാൻ പറ്റണമെന്നില്ല. ഒരു പക്ഷേ നമ്മുടെ പ്രൊഫഷണൽ ലൈഫിലോ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് ലൈഫിലോ പേഴ്സണൽ ലൈഫിലോ വരെ അതിൻ്റെ ഒരു എഫക്റ്റ് ഒരു പക്ഷേ ബാധിച്ചേക്കാം. അപ്പോൾ ഈ സമയത്ത് ഈ പറഞ്ഞ ഇതൊന്നും നിങ്ങളെ ബാധിക്കാതെ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ പ്രോപ്പറായിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് സഹായിക്കാനും, അല്ലെങ്കിൽ അത് ഇങ്ങനെ വേണ്ട അങ്ങനെ മതി എന്നൊക്കെ കറക്റ്റായിട്ട് മെൻറ്ററിങ് പറഞ്ഞ് നിങ്ങളൊരു കോൺഫിഡൻസ് കൂട്ടാനും ഒക്കെ നിങ്ങൾക്ക് പറ്റുന്ന ഒരു പ്രൊഫഷണൽ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഈ സാഹചര്യത്തിലും നിങ്ങൾക്ക് വളരെ ഭംഗിയായിട്ട് അത് കൈകാര്യം ചെയ്യാനായിട്ട് പറ്റും.
അടുത്തായിട്ട് മൂന്നാമത്തെ ഒരു എന്താണ് അതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത്, പലപ്പോഴും നമ്മൾ ഈ ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഇക്വിറ്റിയിൽ ട്രേഡ് ചെയ്യുന്ന ആളുകളായിരിക്കും അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് അറിയാൻ പറ്റും, നമ്മൾ സാധാരണ ഇക്വിറ്റിയിൽ ട്രേഡ് ചെയ്യുന്ന ഒരു എമൗണ്ട് എന്ന് പറയുന്നത് ഒരു പക്ഷേ നമുക്ക് ഒരു 50 ലക്ഷമോ 1 കോടിയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് കപ്പാസിറ്റി ഉണ്ടാവും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും, നമ്മളത് ഇൻവെസ്റ്റ് ചെയ്യില്ല. നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് നമ്മുടെ ഒരു മിനിമം കപ്പാസിറ്റിയിൽ, അതായത് പോവുകയാണെങ്കിൽ പോട്ടെ എന്ന് പറയുന്നൊരു കപ്പാസിറ്റിയിൽ നമ്മൾ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യുന്ന ഒരു സംവിധാനമാണ് പല ആളുകൾക്കും ഈ ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഒരു 1 ലക്ഷമോ 2 ലക്ഷമോ അല്ലെങ്കിൽ ഒരു 10 ലക്ഷം വരെയൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും. കാരണം അത് പോയാലും പോട്ടെ എന്നുള്ളൊരു കൺസെപ്റ്റിലായിരിക്കും. പക്ഷേ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമല്ല. അതായത് നന്നായിട്ട് റിട്ടേൺസ് ഉണ്ടാക്കാൻ പറ്റിയൊരു മേഖലയാണ്. അപ്പോൾ നമ്മളുടെ ഈ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ്സ്, അതായത് 1 ലക്ഷം അല്ലെങ്കിൽ നമ്മുടെ കപ്പാസിറ്റി 2 ലക്ഷം 3 ലക്ഷത്തിന് പകരം നമ്മുടെ കയ്യിലുള്ള നമുക്ക് മാക്സിമം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു 50 ലക്ഷത്തിലേക്കോ 1 ലക്ഷത്തിലേക്കോ സ്കെയിലപ്പ് ചെയ്യണമെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് അതിൻ്റെ റിസ്ക് താങ്ങാനുള്ള കപ്പാസിറ്റി ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അങ്ങനെ സ്കെയിലപ്പ് ചെയ്യാനായിട്ട് നിങ്ങളുടെ കൂടെ ഒരു പ്രൊഫഷണലായിട്ട് അതിനെ സിസ്റ്റമാറ്റിക് ആയിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു മെൻറ്റർ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ആ സാഹചര്യത്തിൽ നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. ഇനി നാലാമത്തെ ഒരു മേഖല എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു പേഴ്സണൽ ഒരാളുടെ ഒരു കപ്പാസിറ്റി എന്ന് പറയുന്നത്, ഇപ്പോൾ റിസർച്ച് ചെയ്യുന്ന കപ്പാസിറ്റി, സ്റ്റോക്ക് സെലക്ഷൻ എന്ന് പറയുന്ന ഒരു കപ്പാസിറ്റി എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആയിരിക്കും അല്ലേ. അത് ഒന്നില്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു കേട്ടായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് യൂട്യൂബിലോ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു ഇൻഫർമേഷൻസ് ഒക്കെ വെച്ചായിരിക്കും നമ്മൾ മ്യൂച്വൽ ഫണ്ടുകളും സ്റ്റോക്കൊക്കെ നമുക്ക് സെലക്ട് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിവിജ്വലായിട്ട് വേറൊരു ബിസിനസ്സോ വേറൊരു പ്രൊഫഷനിലോ എൻഗേജ്ഡ് ആയിട്ടിരിക്കുന്ന ഒരാളുടെ ആ ഒരു കപ്പാസിറ്റി, റിസർച്ചിൻ്റെ കപ്പാസിറ്റി വളരെ ലിമിറ്റഡ് ആയിരിക്കും. സ്റ്റോക്കുകൾ ഒരു പക്ഷേ അയാൾ വളരെ ലിമിറ്റഡ് സ്റ്റോക്കുകളും വളരെ കുറച്ച് മ്യൂച്വൽ ഫണ്ടുകളും മാത്രമേ അയാൾ പ്രോസസ്സ് ചെയ്യുന്നുണ്ടാവുള്ളൂ. ഒരു പക്ഷേ നമ്മുടെ മാർക്കറ്റിൽ മോർ ദാൻ ഒരു 5000-ൽ കൂടുതൽ അല്ലെങ്കിൽ ഒരു 4000-ൽ കൂടുതലൊക്കെ മ്യൂച്വൽ ഫണ്ടുകളും സ്റ്റോക്കുകളും വളരെ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഒരു മേഖലയാണെന്ന് പറയുന്നത്. പക്ഷേ അതിൻ്റെ ഒരു ഫുൾ കപ്പാസിറ്റി നമുക്ക് നമ്മുടെ ഒരു ടൈം ഒരു ഡ്യൂറേഷനിലോ അല്ലെങ്കിൽ നമ്മുടെ ഒരു കപ്പാസിറ്റിയിൽ നിന്നുകൊണ്ട് പക്ഷേ സ്വന്തമായിട്ട് ചെയ്യുന്ന ആൾക്ക് പറ്റണമെന്നില്ല. പക്ഷേ ഒരു എക്സ്പെർട്ട് ആകുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ആ എക്സ്പെർട്ട് ഇതിൻ്റെ എല്ലാം 5000 സ്റ്റോക്കുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പല മ്യൂച്വൽ ഫണ്ടുകൾ ഒരുപാടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ സാഹചര്യങ്ങൾ എപ്പോഴും മനസ്സിലാക്കി എപ്പോഴും അതിൻ്റെ റിസർച്ച് ചെയ്ത് ആ വലിയൊരു സ്പെക്ട്രം റിസർച്ച് ചെയ്യുന്ന ഒരാളായിരിക്കും, അത് കൂടുതൽ സ്റ്റോക്കുകളൊക്കെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും കുറച്ചും കൂടെ നന്നായിട്ട് ഇതിൻ്റെ വലിയൊരു മേഖലയെ ഫുൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് നമുക്കൊരു പക്ഷേ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് ഒരു മെൻറ്റർ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ പറ്റും. അടുത്തൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നതാണ്, അത് പലപ്പോഴും നമ്മൾ ഈ ഫൈനാൻഷ്യൽ ഫ്രോഡുകളിലൊക്കെ ചെന്ന് പെടുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമ്മളിത് ചെയ്യുന്നതിന് മുൻപ് നമുക്ക് കൺസൾട്ട് ചെയ്യാനായിട്ട് നമ്മുടെ കൂടെ ഒരാളില്ല എന്നുള്ളതാണ്. ഞാൻ പലപ്പോഴും മനസ്സിലാക്കിയിരിക്കുന്നത് അങ്ങനെയാണ്. ഒരുപാട് ആളുകൾ ഇപ്പോൾ എത്ര ഫൈനാൻഷ്യൽ എക്സ്പീരിയൻസ് ഉള്ള ആളായാലും ചില ആപ്പുകളിലും അതായത് ചില സ്കീമുകളിലും ഇത് നമ്മൾ ഒരു പക്ഷേ തുടങ്ങുന്ന സമയത്ത് നമുക്കിത് മുഴുവനായിട്ട് മനസ്സിലാവണം, ഇതൊരു ഫ്രോഡാണോ എന്ന് മനസ്സിലാവണമെന്നില്ല. അങ്ങനെ നമ്മൾ തുടങ്ങി ഇത് പെട്ട് കഴിയുമ്പോഴാണ് നമ്മൾ മനസ്സിലാവുന്നത്. പിന്നെ നമുക്ക് പണം നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതെല്ലാം സംഭവിക്കും. ഇവിടെ ഒരു ഫ്രോഡായിട്ട് ഒരു ആപ്പോ അല്ലെങ്കിൽ ഒരു സ്കീമോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു എക്സ്പെർട്ട് ആണെങ്കിൽ, ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു എക്സ്പെർട്ടിന് ഒരു പക്ഷേ നിങ്ങളെക്കാൾ കൂടുതൽ ഇത് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ വന്നു കഴിയുമ്പോൾ നമുക്കൊരു അഭിപ്രായം ചോദിക്കാനായിട്ട് ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത്, ഇങ്ങനത്തെ ഫ്രോഡുകളിൽ പെടാതെ നമ്മുടെ പണം നഷ്ടപ്പെടാതെ ഇരിക്കാനായിട്ട് പറ്റും. കാരണം ഒരുപാട് ആളുകൾക്ക് ഇങ്ങനൊരു കൺസൾട്ടിങ് എടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് പണം നഷ്ടപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്കൊരു എക്സ്പെർട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പറ്റും. ഇനി അടുത്തൊരു സാഹചര്യം എന്ന് പറയുന്നത്, അതായത് ഒരു സ്റ്റോക്കായാലും മ്യൂച്വൽ ഫണ്ട് ആയാലും നമ്മൾ വളരെ ബ്ലൈൻഡായിട്ട് അതിനെ അപ്രോച്ച് ചെയ്താലും നമുക്ക് അവിടെ പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് പറ്റില്ല. അതായത് പല ആളുകൾക്കും സംഭവിക്കുന്നതാണ്. അതായത് നമുക്ക് എപ്പോൾ മേടിക്കണം, എപ്പോൾ വിൽക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു വെയിറ്റേജ് എന്തൊക്കെയാണ്, എങ്ങനെ അത് റിസ്ക് മാനേജ് ചെയ്യുന്നത് എങ്ങനെയാണ്, എങ്ങനെ അതിലേക്ക് പൈസ എടുക്കണം. പല ആളുകളും ലോൺ എടുത്തിട്ടൊക്കെ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളാണ്. ഇപ്പോൾ ലോൺ എടുത്ത് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന നല്ലതാണോ? ലോൺ എടുത്ത് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരുപാട് ആളുകൾ വിൻ ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷേ എപ്പോഴാണ് ലോൺ എടുക്കേണ്ടത്, ആ ലോൺ എടുക്കുന്നതിൻ്റെ കോസ്റ്റ് എങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം, ആ റിട്ടേൺസ് എങ്കിലും മിനിമം തരാൻ പറ്റുന്ന ഒരു മാർക്കറ്റിൻ്റെ ഒരു സെറ്റപ്പ് ആണോ, ഇപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ. പിന്നെ നമ്മുടെ റിസ്ക് എങ്ങനെ മാനേജ് ചെയ്യണം, നമ്മൾ ഡൈവേഴ്സിഫൈ ചെയ്ത് വെയിറ്റേജ് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണം, ഏതൊക്കെ നല്ല സ്റ്റോക്കുകൾ, ഇങ്ങനെ ഓരോ ഇൻവെസ്റ്റ്മെൻറ്റുകൾക്കും അതായത് സ്ട്രാറ്റജീസ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് പറ്റണം. ഒരുപക്ഷെ നിങ്ങൾ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ സ്ട്രാറ്റജീസ് ഉണ്ടാക്കാനൊരു കപ്പാസിറ്റി നിങ്ങൾക്ക് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അത് സംഭവിക്കുന്നത് ഒരു എക്സ്പെർട്ടിലൂടെ മാത്രമേ സംഭവിക്കൂ. ഞാൻ ആദ്യമേ പറഞ്ഞു, അതായത് ലൈഫിൽ സക്സസ്ഫുൾ ആയിട്ട് പണം ഉണ്ടാക്കുന്ന ആളുകൾ എല്ലാവരും തന്നെ വളരെ പ്രൊഫഷണലായിട്ട് ഇതിനെ അപ്രോച്ച് ചെയ്യുന്ന ആളുകളാണ്. അവർക്കെല്ലാം പേഴ്സണൽ ഒരു മെൻറ്റർ ഉണ്ടാവും ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അപ്പോൾ ഈ സാഹചര്യത്തിൽ നിങ്ങൾക്കൊരു പ്രൊഫഷണൽ സ്ട്രാറ്റജിസ്റ്റ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മെൻറ്റർ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഏറ്റവും നന്നായിട്ട് എക്സൽ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റും. അതുപോലെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, ഈ നമ്മൾ തന്നെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സമാധാനം പോകുന്നുള്ളതാണ്, നമ്മുടെ പീസ് ഓഫ് മൈൻഡ്.
അല്ല, എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഒരുപാട് ആളുകൾക്ക് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ അവിടെ വേറൊരാൾ നമ്മുടെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഹെൽപ്പ് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു മാർക്കറ്റിലൊരു സിറ്റുവേഷൻ പറയാം, മാർക്കറ്റ് ഭയങ്കരമായിട്ട് താഴേക്ക് പോകുന്നതായിരിക്കാം. അപ്പോൾ നമ്മളൊരു 50 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പക്ഷേ ചിലപ്പോൾ കിടന്നുറങ്ങാൻ പറ്റണമെന്നില്ല. കാരണം ഒരുപാട് ആളുകൾ അങ്ങനെ ഷെയർ ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ അവിടെ നമ്മളെ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, നമ്മൾ സ്റ്റോക്ക് മേടിച്ചിരിക്കുന്നത് ഇന്ന സ്റ്റോക്കുകളാണ്, അതിൽ ഇന്ന ഫണ്ടമെൻ്റൽസ് ഉണ്ട്, അത് നന്നായിട്ട് വരും, തിരിച്ചു വരും എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഒന്ന് കോൺഫിഡൻസ് തരാനായിട്ട് ഒരാളുണ്ടെങ്കിലോ നമ്മുടെ ഒരു പീസ് ഓഫ് മൈൻഡ് എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും നമുക്ക് റീറ്റെയിൻ ചെയ്യാനായിട്ട് നിലനിർത്താനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനത്തെ സാഹചര്യത്തിലും നമുക്കൊരു മെൻറ്ററെ നമുക്ക് അത്യാവശ്യമാണ്. പിന്നെ അടുത്തൊരു കാര്യം, അതായത് പല ആളുകളും ഈ സ്വയം അതായത് ഇങ്ങനത്തെ ഒരു പ്രൊഫഷണൽ സർവീസുകൾ ഉണ്ടെന്ന് അറിയാൻ പാടില്ലാത്ത ഒരുപാട് ആളുകളുണ്ട്. അതായത് ഇപ്പോൾ നമ്മളൊരു എന്താ പറയുക, അതായത് ഇങ്ങനത്തെ കാര്യങ്ങൾ, അതായത് ഫൈനാൻഷ്യൽ ആയിട്ടുള്ള മാറ്റേഴ്സ്, നമ്മുടെ പേഴ്സണൽ ഫൈനാൻഷ്യൽ ആയിട്ട് മാറ്റേഴ്സ് എന്ന് പറയുന്നത് ഇങ്ങനെ കൺസൾട്ട് ചെയ്യാനോ മെൻറ്ററിങ്ങിനോ അങ്ങനത്തെ ഒരു പ്രൊഫഷണൽ ആയിട്ട് ആളുകൾ ഉണ്ടോ എന്ന് അറിയാത്തത് കൊണ്ടാണ് ഞാൻ മനസ്സിലാക്കുന്ന പല ആളുകളും തന്നെ ചെയ്യുന്നത്. അപ്പോൾ അതായത് പ്രധാനമായിട്ടും വേറൊരു കാര്യം എന്ന് പറയുന്നത്, അതായത് പിന്നെ കുറേ ആളുകൾ ചെയ്യുന്ന പറഞ്ഞാൽ അവർക്ക് കൊടുക്കേണ്ടി വരുന്ന ഒരു തുച്ഛമായിട്ടൊരു ഫീസുണ്ട്. അപ്പോൾ ഈ ചെറിയൊരു ഫീസ് എന്ന് പറയുന്നത് കൊടുക്കേണ്ടി വരുമല്ലോ എന്നൊരു ആലോചനയിൽ കൂടെയാണ് ഇങ്ങനത്തെ ആളുകളെ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ 2 കാറ്റഗറി ഓഫ് ആളുകളാണ്. അതായത് ഒരു പക്ഷേ അറിയാൻ പാടില്ലാത്ത ആളുകളുണ്ട്, ഈ ഫീസ് കൊടുക്കണമല്ലോ എന്നുള്ള ആലോചനയിലും അങ്ങനെ വേണ്ടാന്ന് വെക്കുന്ന ആളുകളുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ചുകൊണ്ടൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മളൊരു തുച്ഛമായിട്ടുള്ളൊരു ഫീസ് കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ തന്നെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമുക്കൊരു 10 അല്ലെങ്കിൽ ഒരു 15% റിട്ടേൺസ് കിട്ടുന്നതെങ്കിൽ നമ്മളൊരു 1% ഒക്കെ ഫീസ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു അഡീഷണൽ ആയിട്ട് ഒരു 5% 10% ഉണ്ടാക്കി തരാൻ കപ്പാസിറ്റി ഉള്ള ആളുകളാണ് ഈ പറഞ്ഞ മെൻറ്റേഴ്സ് എങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അഡീഷണൽ റിട്ടേൺസ് നമുക്ക് കൂടുതൽ ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ അവർക്ക് കൊടുക്കുന്നൊരു തുച്ഛമായിട്ടുള്ള ഫീസ് 1% കൊടുത്തിട്ട് നമുക്ക് കിട്ടുന്ന 10% അല്ലെങ്കിൽ 15% അഡീഷണൽ റിട്ടേണിനെ മിസ് ചെയ്യണോ എന്ന് നമ്മളതിനൊന്ന് ആലോചിച്ച് നോക്കണം. അതായത് ഇതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതായത് നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു ഹെൽത്തിൻ്റെ ഒരു ഇഷ്യൂ വരുന്ന സമയത്ത് നമ്മളൊരു ഡോക്ടറെ സമീപിക്കുന്നത് പോലെ, അല്ലെങ്കിൽ നമുക്കൊരു ഡൗട്ട്, ഒരു ലീഗലായിട്ടുള്ളൊരു കാര്യങ്ങൾക്ക് നമുക്കൊരു ഡൗട്ട് വരുമ്പോൾ നമ്മളൊരു എക്സ്പെർട്ടായിട്ടുള്ള അഡ്വക്കേറ്റിനെ സമീപിക്കുന്ന പോലെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ തന്നെ ചെയ്യുന്നു. അപ്പോൾ ഞാൻ പറയുന്നത്, അപ്പോൾ അതിൻ്റെ ഒരു വലിയൊരു വില നിങ്ങൾ മനസ്സിലാക്കുക. അതായത് അത് തന്നെ ചെയ്ത് നമ്മുടെ പണം നഷ്ടപ്പെടുത്തരുത്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ വെൽത്ത് എന്ന് പറയുന്നതാണ് നമ്മുടെ ലക്ഷറി ലൈഫിനും നമ്മുടെ നല്ല ഹെൽത്തും ഒക്കെ ഉണ്ടാവണമെങ്കിൽ നമ്മളുടെ വെൽത്തിൻ്റെ ഒരു കപ്പാസിറ്റി, അതിൻ്റെ ഒരു ക്വാണ്ടിറ്റിയാണ് അതിനെല്ലാം ഡിസൈഡ് ചെയ്യുന്ന മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ആ തീരുമാനങ്ങൾ നിങ്ങൾ ഏറ്റവും നല്ലൊരു എക്സ്പെർട്ടിൻ്റെ കൂടെ മാത്രം നിങ്ങൾ എടുക്കുക. അപ്പോൾ ബുദ്ധിപൂർവ്വം, അതായത് ആലോചിച്ച് ബുദ്ധിപൂർവ്വം നിങ്ങൾ ഈ തീരുമാനം എടുക്കുക. അപ്പോൾ ഇന്ന് മുതൽ നിങ്ങളുടെ നിക്ഷേപ യാത്രയിൽ, നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ജേർണിയിൽ ഇപ്പോൾ ഞങ്ങളെപ്പോലെയുള്ള വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ളൊരു എക്സ്പെർട്ടിൻ്റെ സഹായം നിങ്ങളുടെ കൂടെ ഉണ്ടാവട്ടെ. അങ്ങനെ നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും നല്ലൊരു ഫൈനാൻഷ്യൽ സക്സസ് നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. വി ആർ ഹിയർ ടു ക്രിയേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വിന്നേഴ്സ്. താങ്ക് യു.